ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ഇ-ലേണിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസൽ ലെവിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിലൂടെയും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലൂടെയുമാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒക്ടറ്റ് റൂളിനെ കുറിച്ചും അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, സോ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഒക്ടറ്റ് റൂള് എന്താണെന്ന് നോക്കാം. ഓക്കെ, so Kosel and Lewis in 1916 developed an important theory of chemical combination between atoms known as electronic theory of chemical bonding. Okay, so last ക്ലാസ്സിൽ നമ്മൾ കോസൽ ലെവിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിരുന്നു. ഓക്കെ, സോ 1916 കോസലും ലെവിസും കെമിക്കൽ കോമ്പിനേഷനെ സംബന്ധിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത തിയറിയാണ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. എന്താണ് തിയറിയുടെ പേര്? Electronic theory of chemical bonding. Okay, according to this, atoms can combine either by transfer of valence electrons from one atom to another or by sharing of valence electrons in order to have an octet in their valence shells. സോ ഇതിനെക്കുറിച്ചും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ആറ്റത്തിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു ആറ്റം എങ്ങനെയാണ് ഈ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക? കമ്പൈൻ ചെയ്യുന്നതിലൂടെ. എങ്ങനെ കമ്പൈൻ ചെയ്യും? ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ, അല്ലെങ്കിൽ ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിലൂടെയും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലൂടെയുമാണ് ആറ്റം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ചെയ്യുന്ന സമയത്ത് ആറ്റം ഒന്നല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും, അതല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ആറ്റം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ റൂളിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദിസ് ഈസ് നോൺ ആസ് ഒക്ടറ്റ് റൂൾ. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ലാങ്മുയർ ഇൻ 1919 refined the Lewis postulations by abandoning the idea of the stationary cubical arrangement of the octet and by introducing the term covalent bond. സോ കോവാലന്റ് ബോണ്ട് എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലാങ്മുയർ ആണ്. ഓക്കെ, സോ ഹി ഇൻ 1919 റിഫൈൻഡ് ലെവിസ് പോസ്റ്റുലേഷൻസ്. അതായത് ലെവിസിൻ്റെ പോസ്റ്റുലേഷൻസിനെ 1919 ലാങ്മുയർ തിരുത്തി. ഏത് കാര്യമാണ് തിരുത്തിയത്? ദ ഐഡിയ ഓഫ് ദ സ്റ്റേഷനറി ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഒക്ടറ്റ്. അതായത് നമ്മൾ പഠിച്ചിരുന്നു ലെവിസ് പോസ്റ്റുലേഷൻ അനുസരിച്ച് ഒരു ആറ്റത്തിന് മെയിനായിട്ട് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് കേർണലും പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം. ആ 8 ഇലക്ട്രോൺസും ഒരു ക്യൂബിൻ്റെ 8 കോർണേഴ്സിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ലെവിസ് പോസ്റ്റുലേഷനിൽ പഠിച്ചത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് ലാങ്മുയർ തിരുത്തിയത്. എന്നിട്ടാണ് അദ്ദേഹം കോവാലന്റ് ബോണ്ട് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ ലെവിസ് പോസ്റ്റുലേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഉണ്ടാക്കിയ തിയറിയാണ് ലെവിസ് ലാങ്മുയർ തിയറി. സോ ഇനി നമുക്ക് ക്ലോറിൻ മോളിക്യൂള് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്നതാണ്. അതിൽ 2 ക്ലോറിൻ ആറ്റംസിൻ്റെയും ഇടയിൽ ഒരു കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
സോ ഒരു ക്ലോറിൻ ആറ്റം എടുത്താൽ ആ ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 7 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോറിന്റെ ലെവിസ് സിമ്പിൾ ആണ്. 7 ഡോട്ട്സ് ആണ് ക്ലോറിന്റെ സിമ്പിളിന് ചുറ്റും കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ക്ലോറിൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഒരു ഇലക്ട്രോണും കൂടി ക്ലോറിന് ലഭിക്കണം. ഓക്കെ, സോ ക്ലോറിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോറിൻ ആറ്റം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ അടുത്ത ക്ലോറിൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും. സോ അപ്പോൾ എന്ത് സംഭവിക്കും? 2 ക്ലോറിൻ ആറ്റംസിനും 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ലഭിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിന് രണ്ടുപേരും ഷെയർ ചെയ്യുവാണ്. സോ ഈ ഷെയറിങ്ങിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ക്ലോറിൻ ആറ്റംസിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുകയാണ്. സോ ഇതിനെ Cl സിംഗിൾ ബോണ്ട് Cl ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ക്ലോറിൻ സിമ്പലിന്റെ ചുറ്റും കണ്ട ഡോട്ട്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡോട്ട്സ് റെപ്രസെന്റ് ഇലക്ട്രോൺസ്. Such structures are referred to as Lewis dot structures. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചറിനെ എന്ത് പറയും? Lewis dot structures എന്നാണ് പറയുന്നത്. ഓക്കെ, the Lewis dot structures can be written for other molecules also. ക്ലോറിൻ മോളിക്യൂളിന്റെ ഫോർമേഷനിൽ മാത്രമല്ല നമുക്ക് Lewis dot structure എഴുതാനായിട്ട് പറ്റുന്നത്, മറ്റ് മോളിക്യൂൾസിന്റെ ഫോർമേഷനിലും സാധിക്കും. In which the combining atoms may be identical or different. അതായത് കമ്പൈനിങ് ആറ്റംസ് രണ്ടും സെയിം ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതും ലെവിസ് ഡോട്ട് സ്ട്രക്ചറിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ബീങ് ദാറ്റ്, അതായത് ഒരു ലെവിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ഈച്ച് ബോണ്ട് ഇസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയറിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ പെയർ ബിറ്റ്വീൻ ദ ആറ്റംസ്. ഓരോ ബോണ്ടും ഫോം ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ പെയറിനെയാണ് അവിടെ ഷെയർ ചെയ്യുന്നത് ആറ്റംസിൻ്റെ ഇടയിൽ. അതായത് ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് തമ്മിലാണ് ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ പെയർ എന്നും പറയാം. ഓക്കെ, ഈച്ച് കമ്പൈനിങ് ആറ്റം കോൺട്രിബ്യൂട്ട്സ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ ടു ദ ഷെയർഡ് പെയർ. അതായത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ ആറ്റംസും അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോണിനെയെങ്കിലും മസ്റ്റായിട്ടും ഷെയർ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, the combining atoms attain the outer shell noble gas configuration as a result of sharing of electrons. പിന്നെ ഇങ്ങനെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടത്തിയ ശേഷം എന്തായാലും ആ ആറ്റംസ് എന്ത് അറ്റൈൻ ചെയ്തിരിക്കണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ക്ലോറിൻ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന് നോക്കി അല്ലേ? അതിൽ 2 ക്ലോറിൻ ആറ്റംസ് തന്നെയായിരുന്നു. പക്ഷേ ഡിഫറെൻറ്റ് ആറ്റംസിനും കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂള് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2O. അതായത് 2 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റവുമാണ് വാട്ടർ മോളിക്യൂളിലുള്ളത്. ഓക്കെ, ഹൈഡ്രജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുക എന്നല്ല. കാരണം ഹൈഡ്രജന് ഓൾറെഡി ആകെ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, സോ ഏറ്റവും എളുപ്പം ഹൈഡ്രജന് 2 ഇലക്ട്രോൺസ് ആ ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ആണ് ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഓക്കെ, സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിനെ ഓക്സിജൻ ഓരോ ഹൈഡ്രജൻ ആറ്റവുമായി ഷെയർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ആറ്റത്തിന് 2 ഇലക്ട്രോൺസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 6 ഇലക്ട്രോൺസ് ഉള്ള ഓക്സിജന് ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ 6 + 2 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓക്സിജനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂള് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡ് മോളിക്യൂളാണ്.
സോ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റവും 4 ക്ലോറിൻ ആറ്റംസുമാണ് കമ്പൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ലെവിസ് ഡോട്ട് സ്ട്രക്ചർ എഴുതുമ്പോൾ ദാ ഇങ്ങനെയായിരിക്കും. കാർബണിന് ചുറ്റും 4 ഡോട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ക്ലോറിൻ ആണെങ്കിലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതേ സമയത്ത് കാർബണിന് 4 ഇലക്ട്രോൺസ് കിട്ടിയാലാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ കമ്പൈൻ ചെയ്യണം? ഓരോ ക്ലോറിൻ ആറ്റവും കാർബണിന് 1 ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്യണം. അതുപോലെ കാർബണും ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കാർബണിന് 8 ഇലക്ട്രോൺസും കിട്ടും, ക്ലോറിനും 8 ഇലക്ട്രോൺസ് കിട്ടും. അതായത് ഒരു കാർബണേ ഉള്ളൂ, ആ കാർബൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ ഓരോ ക്ലോറിൻ ആറ്റംസിനും സെപ്പറേറ്റ് ആയിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് കാർബൺ ടെട്രാക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. Thus, when 2 atoms share 1 electron pair, they are said to be joined by a single covalent bond. അതായത് 2 ആറ്റംസ് ഒരു ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യുമ്പോൾ അവരെങ്ങനെ ജോയിൻ ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടിലൂടെയാണ് അവർ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെ മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ കാർബൺ ടെട്രാക്ലോറൈഡിലും വാട്ടർ മോളിക്യൂളിലും ക്ലോറിൻ മോളിക്യൂളിലെല്ലാം സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇൻ മെനി കോമ്പൗണ്ട്സ് വി ഹാവ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ആറ്റംസ്. എന്നാൽ വേറെ പല കോമ്പൗണ്ട്സിലും മൾട്ടിപ്പിൾ ബോണ്ട്സും ആറ്റംസിൻ്റെ ഇടയിലുണ്ട്. ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് എൻവിസേജസ് ഷെയറിംഗ് ഓഫ് മോർ ദാൻ 1 ഇലക്ട്രോൺ പെയർ ബിറ്റ്വീൻ 2 ആറ്റംസ്. അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിനെ മാത്രം ഒരു ആറ്റം ഷെയർ ചെയ്താൽ പോരാ, മോർ ദാൻ 1 ആറ്റത്തിനെ ഷെയർ ചെയ്തെങ്കിൽ മാത്രമാണ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇഫ് 2 ആറ്റംസ് ഷെയർ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്, ദ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ ദം ഇസ് കോൾഡ് എ ഡബിൾ ബോണ്ട്. അതായത് സാധാരണ ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഒരു ആറ്റം 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ അവിടെ 2 കോവാലന്റ് ബോണ്ട്സ് ഫോം ചെയ്യും. അതല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ആണ്. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. നമുക്കറിയാം ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഈ ഒരു ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് വേണം. ഓക്കെ, സോ കാർബൺ എന്ത് ചെയ്യും? കാർബണിൻ്റെ 2 ഇലക്ട്രോൺസിനെ ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ എന്ത് കിട്ടും? 8 ഇലക്ട്രോൺസ് കിട്ടും. ഈ കാർബൺ എത്ര ഇലക്ട്രോൺസ് ആയി? ഓൾറെഡി ഉണ്ടായിരുന്ന 4 ഇലക്ട്രോൺസിൻ്റെ കൂടെ ഷെയർ ചെയ്ത് കിട്ടിയ 2 ഇലക്ട്രോൺസും കൂടി ആകുമ്പോൾ 6 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തു. സോ കാർബണിന് 8 ഇലക്ട്രോൺസ് വേണം. അതുപോലെ ഈ ഓക്സിജൻ ആറ്റത്തിനും 8 ഇലക്ട്രോൺസ് വേണം. അതെങ്ങനെ കിട്ടും? ഈ കാർബൺ ഈ ഓക്സിജനുമായിട്ട് 2 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യും. സോ കാർബണിന് 8 ഇലക്ട്രോൺസ് ലഭിക്കും. അതുപോലെ ഈ ഓക്സിജനും 8 ഇലക്ട്രോൺസ് ലഭിക്കും. സോ ഇവിടെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്നത് ഡബിൾ ബോണ്ടാണ്. സോ ഈ ഓക്സിജനും ഈ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഓക്സിജനായിട്ടും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈഥീൻ മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈഥീൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ C2H4 ആണ്. അതായത് 2 കാർബണും 4 ഹൈഡ്രജൻ ആറ്റംസുമാണ് ഇതിലുള്ളത്. ഓക്കെ, സോ ഓരോ കാർബൺ ആറ്റത്തിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസ് വെച്ചാണുള്ളത്. ഓക്കെ, സോ കാർബണിന് 8 ഇലക്ട്രോൺസ് കിട്ടണം. അതുപോലെ ഹൈഡ്രജന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഹൈഡ്രജനെ എങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആക്കാമെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഓരോ ഹൈഡ്രജൻ ആറ്റവും എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കാർബണിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, സോ ഓരോ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്തു. അപ്പോൾ കാർബൺ എത്ര ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്യും? ഈ കാർബൺ
ഈ 2 ഹൈഡ്രജനുമായിട്ട് ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ കാർബണിന് 2 ഇലക്ട്രോൺസ് ആണ് കിട്ടുന്നത്. അതായത് 4 + 2 6 ആവും. അതുപോലെ ഈ കാർബണും ഈ ഹൈഡ്രജനുമായിട്ട് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും, ഇതുമായിട്ടും ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. സോ ഈ കാർബണിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് കിട്ടി. പക്ഷേ കാർബൺ ഇപ്പോഴും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാർബണിന് ഇനി 2 ഇലക്ട്രോൺസും കൂടി വേണം. ആ 2 ഇലക്ട്രോൺസ് കാർബൺ എവിടുന്ന് കിട്ടും? ഈ കാർബൺ എന്ത് ചെയ്യും? ഈ കാർബണിൻ്റെ 2 ഇലക്ട്രോൺസിനെ അടുത്ത കാർബണുമായിട്ട് ഷെയർ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് കാർബൺ അതിൻ്റെ 2 ഇലക്ട്രോൺസിനെ ആദ്യത്തെ കാർബണായിട്ട് ഷെയർ ചെയ്യും. അതായത് കാർബണിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ഈ 6 ഇലക്ട്രോൺസ് 8 ഇലക്ട്രോൺസ് വെച്ചായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ കാർബണിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ C2H4 അല്ലെങ്കിൽ ഈഥീൻ മോളിക്യൂളിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ സിംഗിൾ ബോണ്ടും 2 കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടുമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് പഠിച്ചു? സിംഗിൾ ബോണ്ടിനെ കുറിച്ചും ഡബിൾ ബോണ്ടിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ കോവാലന്റ് ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നൈട്രജൻ മോളിക്യൂള് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഒരു നൈട്രജൻ മോളിക്യൂളിൽ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ? സോ ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ആണ് ഒരു നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഓക്കെ, സോ 2 നൈട്രജൻ ആറ്റംസ് എന്ന് പറയുമ്പോൾ 2ൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 2 പേർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 ഇലക്ട്രോൺസും കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യും? 2 പേരും ഒരു നൈട്രജൻ അതിൻ്റെ 3 ഇലക്ട്രോൺസിനെ അടുത്ത നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യും. സോ രണ്ടാമത്തെ നൈട്രജൻ അതിൻ്റെ 3 ഇലക്ട്രോൺസിനെ ആദ്യത്തെ നൈട്രജനുമായിട്ടും ഷെയർ ചെയ്യും. സോ ഇവിടെ 3 പെയർ ഇലക്ട്രോൺസിലൂടെയാണ് 2 ആറ്റംസ് ജോയിൻ ചെയ്യുന്നത്. അതായത് നൈട്രജൻ ആറ്റംസിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് മനസ്സിലായല്ലോ? 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോഴാണ് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഈഥൈൻ മോളിക്യൂൾ ആണ്. ഈഥൈൻ മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല C2H2 ആണ്. അതായത് 2 കാർബൺ ആറ്റംസും 2 ഹൈഡ്രജൻ ആറ്റംസുമാണ് ഒരു C2H2 മോളിക്യൂളിലുള്ളത്. ഓക്കെ, സോ ഹൈഡ്രജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ കാർബണിന് 8 ഇലക്ട്രോൺസും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഹൈഡ്രജൻ ഓൾറെഡി 1 ഇലക്ട്രോൺ ആണുള്ളത്. കാർബൺ ആണെങ്കിലോ 4 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഓക്കെ, സോ ഹൈഡ്രജന് 2 എണ്ണം കിട്ടണമെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കാർബണുമായിട്ട് 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. സോ ഒരു ഹൈഡ്രജൻ ഒരു കാർബണുമായിട്ട് 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അടുത്ത ഹൈഡ്രജൻ വേറൊരു കാർബണുമായിട്ടും 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. സോ ഹൈഡ്രജൻ ഇപ്പോൾ 2 ഇലക്ട്രോൺസ് വെച്ച് കിട്ടി. അതുപോലെ കാർബൺ എത്ര ഇലക്ട്രോൺസ് കിട്ടി? കാർബണിന് 5 ഇലക്ട്രോൺസ് കിട്ടി. കാരണം ഈ ഒരു കാർബണിന് ഇവിടുന്ന് 1 ഇലക്ട്രോൺ കിട്ടി. അതുപോലെ ഈ കാർബണിന് ഈ ഹൈഡ്രജനിൽ നിന്നും 1 ഇലക്ട്രോൺ കിട്ടി. സോ 4 + 1 5 ഈച്ച് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? 3 ഇലക്ട്രോൺസും കൂടി കിട്ടിയെങ്കിലാണ് കാർബണിനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എന്ത് ചെയ്യും? കാർബൺ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അതായത് 3 പെയർ ഇലക്ട്രോൺസ് വഴി കാർബൺ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യും. സോ കാർബണിന് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. സോ ഇങ്ങനെയാണ് C2H2 മോളിക്യൂൾ അല്ലെങ്കിൽ ഈഥൈൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ സിംഗിൾ ബോണ്ടും 2 കാർബണിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളത്. ഓക്കെ, സോ ഇപ്പോൾ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒക്ടറ്റ് റൂളിനെ കുറിച്ചും കോവാലന്റ് ബോണ്ടിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.